കെ.എസ്.ആർ.ടി.സിയിൽ 14/3/2025 ഒരു പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഈ നമ്മളെ മമ്മൂട്ടി കിങ് സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ എങ്ങൊന്ന് ഈ അടവെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ കെ.എസ്.ആർ.ടി.സിയിലെ ഈ ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായി നിയമിക്കപ്പെട്ട ഏതൊക്കെയോ മദ്രാസ് IIT ആണെന്ന് അറിയില്ല, ഏതൊക്കെ IITസിലെ ആളുകൾ ആയിരിക്കാം. ഏതായാലും നിഷാന്ത് എസ് എന്ന് പറയുന്ന ഒരാൾ ഇറക്കിയിരിക്കുന്നൊരു ഉത്തരവാണ്. ഉത്തരവ് കുഴപ്പമില്ല, വളരെ നല്ല ഉത്തരവാണ്. ആ ഉത്തരവിൻ്റെ ഇതാണ്: ഫേസ് റെക്കഗ്നൈസേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിങ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിഷയം അതാണ്. നിലവിലുള്ള ആധാർ അധിഷ്ഠിത അറ്റൻഡൻസ് പഞ്ചിങ് മെഷീനുകൾ സുരക്ഷാ കാരണങ്ങളാൽ സെൻസറുകൾ പ്രവർത്തനരഹിതമാകുകയാണെങ്കിൽ LI സെൻസറുകൾ സ്ഥാപിക്കുന്നത് വരെയുള്ള കാലയളവിൽ സുഗമമായ അറ്റൻഡൻസ് പഞ്ചിങ് സംവിധാനം ഉറപ്പാക്കുന്നതിലേക്കായി മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേന പഞ്ചിങ് രേഖപ്പെടുത്തുന്ന സംവിധാനം യൂണിറ്റുകൾ നടപ്പിലാക്കണമെന്ന് സൂചന പ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഭൂരിഭാഗം യൂണിറ്റുകളും ഈ സംവിധാനം നടപ്പിലാക്കിയിട്ടില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാ ജീവനക്കാരും മേൽപ്പറഞ്ഞ സംവിധാനത്തിലേക്ക് 20/3/2025 മുതൽ മാറേണ്ടതാണ്. അവിടെ പിന്നെ പറയുന്നൊരു കാര്യം 1/4/2025 മുതൽ ഫേസ് റെക്കഗ്നൈസേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയുള്ള പഞ്ചിങ് ഡാറ്റ സ്പാർക്കുമായി ബന്ധിക്കുന്ന നടപടി സ്വീകരിക്കണം. മൊബൈൽ ആപ്പുമായി മുഖേനയുള്ള പഞ്ചിങ് സുഗമമായി നടപ്പിലാക്കണമെന്ന് അധികാരികൾ ഉറപ്പുവരുത്തണം. അത് സൈൻഡ് ബൈ നിഷാന്ത് ES, ഡെപ്യൂട്ടി ജനറൽ മാനേജർ KSIT KSRTC ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മളിപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിൽ ഈ അയൽ സംസ്ഥാന ജീവനക്കാർ തൊഴിലാളികൾ ഇവിടെ വന്ന് വിവിധങ്ങളായ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം മാസം എനിക്ക് തോന്നുന്നതിന് അത്യാവശ്യം നമ്മളിപ്പോൾ ഹോട്ടലിൽ പണിക്ക് നിൽക്കുന്നവരാണെങ്കിൽ ചിലവും കഴിഞ്ഞിട്ട് ഒരു 30,000 രൂപ മാസം വരുവാണ്. ചിലവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കഴിഞ്ഞിട്ട്. KSRTCയിൽ ഒരു 10 വർഷം ജോലി എടുക്കുന്ന ഒരു ജീവനക്കാരൻ ഈ അക്കോമഡേഷൻ ഒന്നുമില്ല, ഈ മരണ ജോലി ചെയ്തിട്ട് ഈ 30,000 രൂപ ആകെപ്പാടെ കിട്ടാറുള്ളൂ. അവിടെ തന്നെ ഇരിക്കുന്ന മൊബൈൽ, ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു മൊബൈൽ എന്ന് പറയുന്നത് തന്നെ എൻ്റെ 10 കൊല്ലം പഴക്കമുണ്ട്. ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ആവില്ല, ചില സമയത്ത് ഹാങ് ആവും. ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ള ഈ ജീവനക്കാരോട് ഈ നിഷാന്ത് എന്ന് പറയുന്ന ഇയാൾ എന്ത് തേങ്ങാക്കൊലയാണ് ഈ പറഞ്ഞിട്ടുള്ളത് പ്രശ്നം. ഒന്നെങ്കിൽ നിങ്ങൾ KSRTC ഒരു തവണ വ്യവസ്ഥ അടിസ്ഥാനത്തിൽ ഒരു സ്മാർട്ട് ഫോൺ നൽകുവാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്ക് സൗജന്യമായിട്ട് സ്മാർട്ട് ഫോൺ നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. ഇനിയിപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവന് എങ്ങനെ പഞ്ച് ചെയ്യും? ഇനി പഞ്ച് ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ടോ? പഞ്ച് ചെയ്താൽ ഞങ്ങൾക്ക് എന്താ പ്രയോജനം? KSRTC സംബന്ധിച്ചിടത്തോളം ഇവിടെ ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കും വന്നിട്ട് അവിടെ ജോലി എടുത്തെങ്കിൽ അവിടെ ആ കൺട്രോൾ ഷീറ്റിൽ എഴുതിയെങ്കിൽ മാത്രമേ ഡ്രൈവർക്കും കണ്ടക്ടർക്കും വണ്ടി വണ്ടി പുറത്ത് പോയി ഓടിയെങ്കിൽ മാത്രമേ ഇതുള്ളൂ. അവിടെയും ഈ കൂട്ടത്തിൽ ഓടുന്ന കണ്ടക്ടർക്ക് തലകറങ്ങി വീണാൽ, ഡ്രൈവർ തലകറങ്ങി വീണാൽ മറ്റവർ കൂട്ടത്തിൽ പോകുന്നതിന് ഒരു അറ്റൻഡൻസ് ഇല്ല. അതുകൊണ്ട് നാറിയ വ്യവസ്ഥയുള്ളിടത്താണ് ഈ പറയുന്ന ഈ നിഷാന്ത് ഈ സാധനം പറയുന്നത്. അപ്പം നിഷാന്ത് ഒരു കാര്യം ചെയ്യേണ്ടത്, നിഷാന്ത് ഈ പറയുന്ന ഉത്തരവ് ഇറക്കി പേടിപ്പിക്കാതെ ആദ്യം തന്നെ ജീവനക്കാർക്ക് ഈ പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങിക്കുവാനുള്ള എന്തെങ്കിലും വല്ല സഹായവും, ഇല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ തവണ വ്യവസ്ഥയിൽ നൽകുവാൻ KSRTC ചോദിച്ചാൽ ആരും തരികയില്ല. ഈ ഗണേഷ് കുമാറിന് തള്ളു മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ചോദിച്ചാൽ കാശ് കിട്ടുകയെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ കോർപ്പറേഷൻ മുൻകൈ എടുത്തിട്ട് ഈ സ്മാർട്ട് ഫോൺ ജീവനക്കാർക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം. എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരല്ല. അത്യാവശ്യം ഞങ്ങളെപ്പോലെ ഈ മാനേജ്മെൻറ്റ് നാലെണ്ണം പറയുന്ന ആളുകളൊക്കെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്, അത് കേട്ടിട്ട് ആശ്വാസം കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റ് നാലെണ്ണം പറയാൻ വേണ്ടി ഞങ്ങളൊക്കെ മേടിച്ച് വെച്ചല്ലാതെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് ചാർജ് ചെയ്യേണ്ട ഈ നിഷാന്ത് ചാർജ് ചെയ്ത് കൊടുക്കുമോ? അപ്പം എല്ലാ യൂണിറ്റിലും വൈഫൈ ഫ്രീ ആയിട്ട് വെക്കണം. അപ്പം നിഷാന്ത് ഈ IITയിലൊക്കെ പഠിച്ചിട്ട് വന്നതുകൊണ്ട് നിഷാന്തിന് ഈ കാര്യത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. ഇവിടെയുള്ള ഈ ട്രേഡ് യൂണിയൻ മേലാളന്മാരൊക്കെ ഇതൊക്കെ സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് നിഷാന്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിഷാന്ത് MDയോട് പറയുക. നിഷാന്ത് MDയോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓരോ ഈ പറയുന്ന ഫേസ് ആപ്പ് മുഖേന ഈ പറയുന്ന അറ്റൻഡൻസ് ലഭ്യമാകുവാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതിന് വേണ്ടി നിഷാന്ത് തന്നെ പറയണമെന്നാണ് എനിക്ക് നിഷാന്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിഷാന്തിനൊന്ന് എത്തിച്ചു കൊടുക്കണം. ഈ ബംഗാളിയുടെ ശമ്പളം പോലും ഇല്ലാത്ത KSRTC ജീവനക്കാരനടുത്ത് ഇത്തരം IT ഇടപാടുകളുമായിട്ട് വരരുത്. ഇത് ഭാഷ വേറെയാണ്, പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം ഇത് പറയാം, ഈ IT ഇടപാടുമായിട്ട് വരരുത്. ഇവിടെ 30,000 രൂപ ശമ്പളം കിട്ടി, ലോണും അടച്ച്, പിള്ളേരുടെ ഫീസും അടച്ച്, ഇലക്ട്രിസിറ്റി ബില്ലും അടച്ച്, റേഷനും മേടിക്കാനുള്ള തുക മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നില്ല നിഷാന്ത്. അപ്പോഴാണ് നിഷാന്ത് ഈ പറയുന്ന സാധനം പറയുന്നത്. അവിടെ നിഷാന്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രമോദ് ശങ്കറുമായിട്ട് സംസാരിച്ച് ആദ്യം ഒരു സ്മാർട്ട് ഫോൺ തരാനുള്ള ഈ മന്ത്രിയോടെന്ന് പറഞ്ഞാൽ ഈ തള്ളു നിർത്തിയിട്ട് ഒരു സ്മാർട്ട് ഫോണും ഫ്രീ വൈഫൈയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ കാര്യം ആലോചിക്കുന്നതായിരിക്കും ഉചിതം. അതല്ലെങ്കിൽ ഒരു കാര്യം തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി, നമുക്ക്
ഈ റഫറണ്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വെൽഫെയർ അസോസിയേഷൻ അവിടെ അംഗീകാരം കിട്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. അതായിരിക്കും എനിക്ക് നിഷാന്തിനോട് പറയാനുള്ളത്. നന്ദി.